വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു പട്ടുപാവാടയുടെ ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള മെറ്റീരിയലിൻ്റെ പ്രിൻറ്റിൻ്റെ കളർ വരുന്ന ബ്ലൗസ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ 1.25 മീറ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൈനിങ്ങും അതേപോലെ 1.25 മീറ്റർ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൽബോ സ്ലീവാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലുള്ള സിലിണ്ടറിക്കൽ ബീഡ്സ് ഉപയോഗിച്ചിട്ട് നെക്കിലും സ്ലീവ്സിലും ചെറിയൊരു വർക്ക് കൊടുക്കുന്നുണ്ട്. പ്രിൻസസ് കട്ടായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം ഇത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതേ അളവിൽ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. 17 ഇഞ്ച് ലെങ്ത്താണ് ഈ ഒരു ബ്ലൗസിന് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 18 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഷോൾഡർ 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോൾ ലെങ്ത്തും 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു. ചെസ്റ്റ് റൗണ്ട് ഇവിടെ 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് സിം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് ഈ ഒരു കോർണറിൽ നിന്നും മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്നതിൽ നിന്നും താഴേക്ക് 1/2 ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഇതിൻ്റെ മിഡ് പോയിന്റും കൂടി മാർക്ക് ചെയ്തെടുത്തിട്ട് ഈ ഒരു പോയിന്റ്സൊക്കെ ജോയിൻ ചെയ്തെടുത്ത് ആം ഹോൾ കർവ് ഇതേപോലെ വരച്ചെടുക്കാം. ഇനി ഷോൾഡറിൽ നിന്നും താഴേക്ക് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗം 14 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ക്രോപ്പ് ടോപ്പ് 17 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗം നമുക്ക് ഷോൾഡറിൽ നിന്നും താഴേക്ക് 14 ഇഞ്ചിലാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. താഴെ ഭാഗത്ത് 8 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ടക്സ് മാർക്ക് ചെയ്തെടുക്കണം. ബാക്ക് പാർട്ടാണിത്. അപ്പോൾ ഈ ഒരു ഷോൾഡറിൽ നിന്നും താഴേക്ക് 10 ഇഞ്ച് ലെങ്ത്തിൽ ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ആ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്കായിട്ട് 3.5 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ടക്സിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചിലാണ് വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്ക് സൈഡിൽ 2 ടക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം. ഈ ഒരു അടിവശത്ത് ഓപ്പൺ സൈഡിലായിട്ട് 1/2 ഇഞ്ച് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അവിടെ ഒരു കർവ് ഷേപ്പിൽ ഇതേപോലെ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിവിടെ ജസ്റ്റ് അളവുകളൊന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കാം. ഈ ഒരു ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 3.25 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടോട്ടൽ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ്. 3.5 ഇഞ്ച് വരെ ഒരു യു ഷേപ്പിൽ കൊടുത്തിട്ട് അവിടെ നിന്നും താഴോട്ടേക്ക് ഈ ഒരു ഷേപ്പിലാണ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഷോൾഡർ സ്ലോപ്പ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഈ ഒരു ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പാർട്ട് ഇതേപോലെ ലൈനിങ്ങിൻ്റെ മേലെ എടുത്ത് വെച്ച് കൊടുക്കുക. ഈ ഒരു ബാക്ക് പീസിനേക്കാളും സൈഡ് വശത്തും താഴെ ഭാഗത്തും എക്സ്ട്രാ തുണി ഇട്ടിട്ടാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ സൈഡ് വശത്ത് 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് 1 ഇഞ്ചാണ് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കി ഭാഗം ഇതേപോലെ സെയിം അളവിൽ മാർക്ക് ചെയ്തെടുത്ത ശേഷം ബാക്ക് പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ആം ഹോളിൻ്റെ അവിടെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെയും ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ വരച്ചെടുക്കാം. ഫ്രണ്ട് നെക്കും ബോട്ട് നെക്കായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ 3.25 ഇഞ്ച് വിഡ്ത്തും 4.5 ഇഞ്ച് ലെങ്ത്തുമാണ് ഇവിടെ ഈ ഒരു ഫ്രണ്ട് നെക്കിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തെ നെക്കും ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത ശേഷം വേറൊരു തുണിയിൽ അയൺ ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ജസ്റ്റ് അളവുകളൊന്ന് മാർക്ക് ചെയ്തെടുത്തു എന്ന് മാത്രം. ഇനി ഷോൾഡറിൽ നിന്നും താഴേക്ക് ബസ് പോയിൻ്റ് ലെങ്ത്ത് 9 ഇഞ്ചാണ് വേണ്ടത്. 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബസ് വിഡ്ത്ത് 3.25 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. താഴെ ഭാഗത്ത് ഫ്രണ്ട് പാർട്ടിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഫോൾഡഡ് സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് 3.5 ഇഞ്ചിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നിന്നും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. വേസ്റ്റ് റൗണ്ട് ഇവിടെ 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 3.5 ഇഞ്ചിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു ബസ് പോയിൻറ്റിൻ്റെ ലെങ്ത്തിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു 2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കും ഇതേപോലെ വരച്ചു കൊടുക്കാം. ആം ഹോളിൻ്റെ അടുത്തേക്ക് ഇതേപോലെ കർവ് ഷേപ്പിലൊന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. ചെസ്റ്റ് റൗണ്ട് ഇവിടെ 9 ഇഞ്ചാണ്. അപ്പോൾ
ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒരു അര ഇഞ്ച് കളയുന്നുണ്ട്. പിന്നെ ആ 2 പീസും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അര ഇഞ്ച് വേണം. അപ്പോൾ എക്സ്ട്രാ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം സീം അലവൻസ് 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഓപ്പൺ സൈഡിലും ഇതേപോലെ കർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൽ സ്ലീവ്സിന് വേണ്ടിയിട്ട് തുണി ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടു. ആദ്യം നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തു. സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എനിക്ക് ഇവിടെ 11 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 11 ഇഞ്ചും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വരച്ചെടുക്കാം. ഈ ഒരു മേൽഭാഗത്ത് നിന്നും താഴോട്ടേക്ക് ക്യാപ്പ് ഹൈറ്റ് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ഷേപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്ത് സ്ലീവ്സ് റൗണ്ട് 10 ഇഞ്ചാണ്. അപ്പോൾ അത് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മേലെ ബൈസെപ്സിൻ്റെ അവിടെ 6 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. സീം അലവൻസ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രണ്ട് ഭാഗം വരുന്ന സ്ഥലത്ത് അര ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ലൈനിങ് പീസിൻ്റെയും അതേ അളവിൽ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് പീസും ഫ്രണ്ട് പീസും സ്ലീവ്സും ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും എല്ലാം കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് ഭാഗത്തെയും ബാക്ക് ഭാഗത്തെയും നെക്കിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ലൈനിങ് തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് വശം അര ഇഞ്ച് തുണി വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് ചുറ്റിലും ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും സ്ലീവ്സിൻ്റെയും ഒക്കെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ 3 പീസുകളും ലൈനിങ്ങും ചേർത്ത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സും ഇതേപോലെ ലൈനിങ്ങും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിൻ്റെ അടിവശം 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലീവ്സിൻ്റെ അടിവശത്ത് വൈറ്റ് കളറിലുള്ള കട്ട് ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 3 പീസും ജോയിൻ ചെയ്തെടുക്കണം. മൂന്ന് പീസും ചേർത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് ചെയ്തെടുക്കാം. ക്യാൻവാസിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതേപോലെ നല്ല വശത്ത് വെച്ച് കൊടുക്കാം. അതിൻ്റെ കറക്റ്റ് സെൻട്രൽ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ക്യാൻവാസിന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സെൻട്രൽ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റാം. അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കി ഭാഗമാണ് കട്ട് ചെയ്ത് കളയുന്നത്. ഈ ഒരു സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ചുളിവുകളൊന്നും ഇല്ലാണ്ട് കിട്ടും. ഇനി ഈ ക്യാൻവാസ് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാൻവാസ് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് പാർട്ടിലെ നെക്കിന് ചെയ്തെടുക്കാം. ഈ ഒരു സെൻട്രൽ ഭാഗം കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ക്യാൻവാസിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. ക്യാൻവാസിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ ആ ഒരു അരികു വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് നെക്കിൽ ഇതേപോലെ 2 വള്ളി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു കോർണറിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ക്യാൻവാസിൻ്റെ അരികു വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഈ ഒരു ഉൾഭാഗത്തെ പീസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ക്യാൻവാസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്യാൻവാസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഇതേപോലെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വള്ളിയുടെ അറ്റത്ത് ഒരു ടെസൽസും കൂടി ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ മേൽഭാഗത്ത് കൂടി ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്ത ശേഷം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഈ ഒരു ബാക്ക് ഭാഗത്താണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. ബാക്ക് പീസ് ഇതേപോലെ കറക്റ്റ് സെൻട്രൽ ഭാഗത്ത് കൂടി രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് ഐയും ഹുക്കും വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഹുക്ക് വെക്കുന്ന ഭാഗത്തേക്ക് ഇതേപോലെ 2 ഇഞ്ച് വീതിയിലുള്ള ഒരു ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് നല്ല വശത്ത് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നെക്ക് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു നെക്ക് ഭാഗത്ത് എത്തുമ്പോഴത്തേനും ലൈനിങ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി ആ ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് പീസ് കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു അരികുവശത്ത് കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഇതേപോലെ ഹുക്ക് വെക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ 2.5 ഇഞ്ച് വീതിയിലുള്ള ലൈനിങ് പീസും മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് രണ്ടും ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പീസ് ഇതേപോലെ അടിവശത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അരികെ വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്യുക. നെക്ക് ഭാഗം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു സൈഡിൽ ഈ ഒരു പീസ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അരികെ വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു അറ്റത്ത് 1/4 ഇഞ്ച് അളവിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് നേർപകുതിയായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്ത് വെച്ചിട്ട് അരികെ വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് വീതിയിൽ പുറത്തേക്ക് ആണ് ഈ ഒരു ഐ വെക്കുന്ന ഭാഗം ഉള്ളത്. മറ്റേ ഹുക്ക് വെക്കുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നത്. രണ്ട് ഭാഗത്തും ഈ ഒരു എക്സ്ട്രാ പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി ഇതേപോലെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കാം. ബാക്ക് പാർട്ടിലെ നെക്ക് സൈഡിൽ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ക്യാൻവാസ് ഫ്രണ്ട് നെക്കിന് ഇതേപോലെ കവർ ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ മറ്റേ ഭാഗവും ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതേപോലെ നിവർത്തി വെച്ചിട്ട് ആ ഒരു നെക്ക് സൈഡിലെ പീസ് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്ത ശേഷം ബാക്ക് പാർട്ടിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഉൾഭാഗത്ത് ഇതേപോലെ ക്യാൻവാസ് കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ബാക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഭാഗത്ത് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു. നമ്മൾ ബാക്ക് സൈഡിൽ 2 ടക്സിന് വേണ്ടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രണ്ട് ഭാഗത്ത് തന്നെ വരത്തക്ക രീതിയിൽ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ അടിവശം ഇതേപോലെ ലൈനിങ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 2.5 ഇഞ്ച് വീതിയുള്ള ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നല്ല വശത്ത് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അറ്റത്തെത്തുമ്പോൾ ലൈനിങ് പീസ് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഒന്നും കൂടി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കാം. അത് നമ്മൾ ഹെം ചെയ്ത് കൊടുത്ത ശേഷം ആ ഒരു ലോങ് സ്റ്റിച്ച് അഴിച്ചു കളയാം. ഫ്രണ്ട് പീസിലും ഇതേപോലെ നല്ല വശത്ത് ലൈനിങ് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഹെം ചെയ്ത് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും അളവുകൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവ്സിൽ നിന്നും താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള നെക്ക് പാർട്ടിലെ ക്യാൻവാസ് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ബാക്ക് നെക്കിലും അടിവശത്ത് നമ്മൾ ലൈനിങ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഹെം ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബ്ലൗസിൻ്റെ നെക്ക് വശത്തും സ്ലീവ്സിൻ്റെ അടിവശത്തും ഇതേപോലെയുള്ള വൈറ്റ് ബീഡ്സ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ലൈൻസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു വള്ളിയുടെ അറ്റത്ത് ഇതേ പീസിൽ തന്നെ ടെസൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കേർട്ട് തയ്ക്കുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഇതിൽ കാണിക്കാണ്ടിരിക്കുന്നത്. ഈ ഒരു സ്കേർട്ടിൻ്റെ വള്ളിയുടെ അറ്റത്തും ബ്ലൗസിൻ്റെ പീസിൻ്റെ ടെസൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓണത്തിന് അടിപൊളിയായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ സിമ്പിൾ ഡിസൈൻസ് നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.